MSC ഷിപ്പിംഗ് കമ്പനിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി. ഏതാണ്ട് 750ഓളം ഷിപ്പുകളാണ് MSC ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ലോകത്തിലെ മൊത്തം ഷിപ്പുകളുടെ ഏതാണ്ട് 20% ഓപ്പറേറ്റ് ചെയ്യുന്ന MSC ഷിപ്പിംഗ് കമ്പനിയാണ്. MSCയുടെ ഐറീനയെ പറ്റിയുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്തതാണ്. ആ ഷിപ്പാണ് ലോകത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഷിപ്പായിട്ട് അറിയപ്പെടുന്നത്. എങ്കിലും MSC എന്ന് പറയുന്ന ഷിപ്പിംഗ് കമ്പനി ഇൻഫേമസ് ആയിട്ടുള്ള വേറെ പല ഏരിയാസും ഉണ്ട്. MSC എൽസാ3 എന്ന് പറയുന്ന ഷിപ്പ് നമ്മുടെ കേരള കോസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഡാമേജിനെ പറ്റി നമ്മളെല്ലാം കണ്ടതാണ്. ഈ എൽസാ3 എന്ന് പറയുന്ന ഷിപ്പ് മുങ്ങിപ്പോവുകയും വെസലിലുണ്ടായിരുന്ന ഫ്യൂവൽ, അതുപോലെ തന്നെ വെസലിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക്കിൻ്റെതായിട്ടുള്ള പെബിൾസ്, ഇതെല്ലാം നമ്മുടെ എൻവയോൺമെൻറ്റിന് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഡാമേജിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ്ട് 3500 കോടിയുടെ നാശനഷ്ടമാണ് കേരള ഗവൺമെൻറ് MSCയോട് ചോദിച്ചത്. അതിൽ ഏതാണ്ട് 150 കോടിയാണ് MSC കൊടുക്കാൻ തയ്യാറായത്. ബാക്കി വരുന്ന എമൗണ്ട് തിരിച്ചു പിടിക്കാനായി ഗവൺമെൻറ് MSCയുടെ 2 ഷിപ്പുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കഥയോടെ നിൽക്കട്ടെ. എന്തുകൊണ്ടായിരിക്കും MSCയുടെ ഇത്തരം ഷിപ്പുകൾക്ക് ഒരുപാട് ആക്സിഡൻസ് വരാനുള്ള കാരണം? MSCയുടെ ഈ ഒരു ഡ്യുവൽ സ്റ്റാൻഡേർഡിനെ പറ്റി ഗ്രീൻപീസ് എന്ന് പറയുന്ന പാരിസ്ഥിതിക സംരക്ഷണ സംഘടന ചെയ്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് MSCയുടെ ഡ്യുവൽ സ്റ്റാൻഡേർഡാണ് ഇതിന് കാരണം. 2015-2025 കാലയളവിൽ MSC ഷിപ്പുകൾക്കുണ്ടായ ആക്സിഡൻസിനെ പറ്റിയായിരുന്നു ഗ്രീൻപീസ് എന്ന് പറയുന്ന ഈ ഒരു സംഘടനയുടെ റിപ്പോർട്ട്. MSCയുടെ നല്ല ഷിപ്പുകൾ അവർ നോർത്ത് അമേരിക്ക, അതുപോലെ തന്നെ യൂറോപ്യൻ പോർട്ടുകളിലേക്ക് അയക്കുകയും അവരുടെ പഴയ ഷിപ്പുകൾ സ്ക്രാപ്പ് യാർഡിലോട്ട് പോകുന്ന റീസൈക്ലിങ്ങിന് വേണ്ടി ഉപയോഗമെല്ലാം കഴിഞ്ഞ 26-28 വർഷം പഴക്കമുള്ള ഷിപ്പുകളെ അവർ ഏഷ്യയിലോട്ടും അല്ലെങ്കിൽ നമ്മുടെ വിഴിഞ്ഞം പോലുള്ള പോർട്ടുകളിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വിഴിഞ്ഞം ടു കൊച്ചി ഓപ്പറേറ്റ് ചെയ്യുന്ന എൽസാ3യുടെ കാര്യവും ഇത് തന്നെയായിരുന്നു. എൽസാ3 എന്ന് പറയുന്ന ഷിപ്പ് 1997 ബിൽഡ് ചെയ്തിട്ടുള്ള ഷിപ്പാണ്. ഇത്രയ്ക്കും പഴയ ഷിപ്പിൻ്റേതായിട്ടുള്ള ഡ്രോബാക്കുകൾ 2010 റോട്ടർഡാം പോർട്ടിൽ വെച്ച് തന്നെ ഈ ഷിപ്പിനെ അറസ്റ്റ് ചെയ്തതാണ്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്, ഇത്തരം ഷിപ്പുകൾ ഉണ്ടാക്കുന്ന ആക്സിഡൻസ് കുറയ്ക്കണമെങ്കിൽ നമ്മുടെ പോർട്ടുകളിലുള്ള പോർട്ട് സ്റ്റേറ്റ് കൺട്രോൾ എന്ന് പറയുന്ന പോർട്ടിൽ വരുമ്പോൾ ഷിപ്പിൻ്റെ ഇൻസ്പെക്ഷൻ നടത്തുന്ന ഏജൻസി കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തണമെന്നുള്ളത്. നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലും അല്ലെങ്കിൽ കൊച്ചിയിലും വന്നുകൊണ്ടിരിക്കുന്ന വെസൽസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെയ്യാവുന്ന കാര്യം ഇതാണ്, നമ്മുടെ ഇവിടെ വരുന്ന വെസൽസിനെ, അതല്ലെങ്കിൽ ഓൾഡായിട്ടുള്ള പഴയ വെസൽസിനെ കൃത്യമായി ഓഡിറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഇവിടെയുള്ള പബ്ലിക് ഷിപ്പുകൾ ഉണ്ടാക്കുന്ന ആക്സിഡൻസിനെ പറ്റി കൂടുതൽ അവെയർ ആവുക എന്നുള്ളതാണ്.